പാതിരാത്രി ക്രേവിങ്സ് വരുന്ന കൂട്ടരാണോ നിങ്ങൾ? എന്നാൽ ഇനി മുതൽ ഈ സാധനം ഒന്ന് ഉണ്ടാക്കി നോക്ക്. പണ്ട് സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഉള്ളപ്പോൾ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന സാധനമായത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. പിന്നെ വേണമെങ്കിൽ 2 സ്പൂൺ നെയ്യും കൂടെ വയ്ക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 3-4 വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് 3-4 ചെറിയ ഉള്ളിയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം. ഇനി ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തക്കാളി ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വലിയ സ്പൂൺ മുളക് പൊടി ചേർക്കണം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ചിക്കി എടുക്കാം. മുട്ട നന്നായിട്ട് ചിക്കി എടുത്തതിന് ശേഷം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് പോലെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറിയ തീയിൽ വെച്ചിട്ട്. ചോറ് അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ കൂടെ പപ്പട കുറച്ച് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് പെട്ടെന്നൊക്കെ രാത്രി വിഷണം ഞാനിത് ഉണ്ടാക്കി കഴിക്കും. ഇതൊന്ന് ഫ്രൈഡ് റൈസ് പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ടൈം രാത്രി വിശക്കുമ്പോൾ ഇതൊന്ന് പരീക്ഷ നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കമൻസിൽ പറയണേ.